ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറയുന്നത്, നിങ്ങളാരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒരു 35-40 വയസ്സ് ഒക്കെ കഴിഞ്ഞവരും ഇപ്പം എന്തായാലും ഒരു 25-25ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാരാബ്ദം തുടങ്ങുമല്ലേ, ഓരോരോ ജോലി ഒക്കെ തുടങ്ങി, പിന്നെ വീട്ട് ചിലവ്, പിന്നെ കല്യാണത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ചിലവ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുമല്ലേ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് കുട്ടിക്കാലമായിരുന്നു ഏറ്റവും നല്ലതെന്ന്? ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ. നിങ്ങളോ? അതല്ലേ ഏറ്റവും നല്ലതായിരുന്നത്. പക്ഷെ ആ സമയത്തും നമുക്ക് വേണ്ടി, ആ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മളെ മാതാപിതാക്കൾ അന്നുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊക്കെ ആ കുട്ടിക്കാലമായിരുന്നു ഏറ്റവും നല്ലതല്ലേ. ഒന്നും അറിയണ്ട, പഠിച്ചാൽ മാത്രം മതിയായിരുന്നു. രാവിലെ അമ്മ എണീറ്റ് ചോറെല്ലാം ഉണ്ടാക്കിത്തരും, അച്ഛൻ കൂടെ ഹെൽപ്പ് ചെയ്യും നമ്മളെ അയക്കാൻ വേണ്ടി. നമ്മൾ നേരെ സ്കൂളിലോട്ട് പോവുക അല്ലേ. ചിലപ്പം ബസ്സിലൊക്കെ കയറി പോവില്ലെങ്കിൽ കൂട്ടുകാരോടെ നടന്ന് സ്കൂളിലോട്ട് പോവും. പിന്നെ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരിക്കും. ചിലപ്പം കഞ്ഞിയായിരിക്കും, കഞ്ഞി കുടിക്കുന്നത് കഞ്ഞി. പിന്നെ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പാത്രം തുറന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കുക, അതെന്തൊക്കെ അമ്മ വച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു രസമായിരുന്നല്ലേ. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗോലി കളി, കുട്ടിയും കോലും കളി, ക്രിക്കറ്റ് കളി, അങ്ങനെയുള്ള എന്തെല്ലാം. അതൊക്കെ ഒരു 80s ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇപ്പോഴൊന്ന് ഇപ്പം 90s 2000 അങ്ങനെയുള്ള ടൈമിലൊന്നും ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണും. ഇപ്പം ഗോലി കളി അങ്ങനെയുള്ളതൊന്നും അവർക്ക് അറിഞ്ഞുപോലും കൂടത്തില്ല ഇപ്പോഴുള്ള പിള്ളേർക്കല്ലേ. പിന്നെ വഴിയിൽ നിന്ന് വൈകിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മാങ്ങ എറിഞ്ഞ് തള്ളിയിട്ട് കഴിക്കുക അല്ലേ. ചക്ക ഉണ്ടെങ്കിൽ അതിനെ സ്കൂളിലൊക്കെ ചിലപ്പം മതിലിൻ്റെ സൈഡിൽ ചക്ക ഉണ്ടെങ്കിൽ അതിനെ അറുത്ത് എല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കുക. എന്ത് രസമായിരുന്നല്ലേ. അതൊരു കാലമായിരുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ ഒത്തിരി നമ്മൾ വയലുണ്ടാവും. നമ്മൾ പഴയ തറവാട് വീടുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാം. അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ മാവ് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഒന്നിച്ചായിരിക്കും നടന്നു പോകുന്നത്. അന്നൊന്നും ബസ്സൊന്നും അധികം ഇല്ലല്ലോ. ചിലപ്പോൾ നടന്നായിരിക്കും നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. എന്തൊരു രസമായിരുന്നല്ലേ. ഇപ്പോഴാ കാലമൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമല്ലേ എല്ലാവർക്കും. അപ്പം ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും പണ്ടത്തെ ആ ഒരു വൈബൊന്നും ഇല്ലല്ലേ. ഇപ്പോഴും വൈബെല്ലാം വേറെയാണ്. ഇപ്പം ഫോണ്, സോഷ്യൽ മീഡിയ, പിന്നെ വന്നവിടെ ഫോൺ നോക്കണം. അന്ന് അങ്ങനെയല്ലല്ലോ. നമ്മൾ വന്നവിടെ നേരെ ബാഗ് വയ്ക്കും, നേരെ പിള്ളേരോട് ഓട്ടമാണ്. ഒന്നിൽ പറമ്പിലോട്ട് പോവും കളിക്കാൻ വേണ്ടി അല്ലേ. ഒന്നിൽ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കളിക്കാനോ, ഇല്ലെങ്കിൽ പോയിരുന്ന നമ്മൾ സിനിമാ കഥകൾ അങ്ങനെ ഒക്കെ പറഞ്ഞിങ്ങനെ